ഗുഡ് മോർണിംഗ്. നമുക്കിനി അടുത്ത മൊഡ്യൂളിലേക്ക് കിടക്കാം. നമ്മളിനി പഠിക്കാൻ പോകുന്ന മൊഡ്യൂൾ റാൻഡം വേരിയബിൾസ് ആണ്. അപ്പോൾ റാൻഡം വേരിയബിൾസിൻ്റെ ഡെഫിനേഷൻ വെച്ച് നമുക്ക് തുടങ്ങാം. എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് ദ റാൻഡം വേരിയബിൾ അസോസിയേറ്റഡ് ടു ദാറ്റ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് അതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ എവിടെ നിന്ന് ഡിഫൈൻ ചെയ്തെടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ആ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസിൽ നിന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. That is, the values of a random variable correspond to the outcomes of a random experiment. അപ്പോൾ നമ്മൾ ഈ റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞു. ആ ഫംഗ്ഷൻ റാൻഡം എക്സ്പെരിമെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ വാല്യൂസ് ഔട്ട്കംസ് എന്ന് പറയുന്നത് ഈ ഒരു റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ ദ കേസ് ഓഫ് ടോസിങ് 3 coins, the outcomes can be described as getting 0 head, 1 head, 2 head and 3 heads. Let us consider the variable x which takes the values 0, 1, 2, 3 etc. These values of x can corresponds to the outcomes 0 head, 1 head, 2 head and 3 head. Thus x can be considered to be a random variable associated to the random experiment of tossing 3 coins. അപ്പോൾ നമ്മളൊരു ഔട്ട്കം നോക്കുക, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യുവാണ്. റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കോയിൻ എടുത്തിട്ട് 3 പ്രാവശ്യം ടോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയൊക്കെ പോസിബിലിറ്റീസ് വരാം? ഒന്നെങ്കിൽ 0 ഹെഡ്സ് വരാം, അല്ലെങ്കിൽ 1 ഹെഡ് വരാം, അല്ലെങ്കിൽ 2 ഹെഡ് വരാം, അല്ലെങ്കിൽ 3 ഹെഡ് ആവാം. ഇപ്പോൾ ഇങ്ങനെ 4 പോസിബിലിറ്റീസ് നമുക്കുണ്ട്. അപ്പോൾ നമ്മളൊരു റാൻഡം വേരിയബിൾ എക്സ് കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, 2, 3 ആയിരിക്കും. അപ്പം ഈ വാല്യൂസ് നമ്മൾ എന്താ കറസ്പോണ്ട് ചെയ്യുന്നത് വെച്ചാൽ എക്സ് 0 ആണെങ്കിൽ 0 ഹെഡ് എന്നും, എക്സ് 1 ആണെങ്കിൽ 1 ഹെഡ് എന്നും, എക്സ് 2 ആണെങ്കിൽ 2 ഹെഡ് എന്നും, എക്സ് 3 ആണെങ്കിൽ 3 ഹെഡ് എന്നും പറഞ്ഞ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിനെ ഒരു റാൻഡം വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ആ റാൻഡം വേരിയബിളിൻ്റെ ഔട്ട്കംസ് വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഈ റാൻഡം വേരിയബിൾസിൻ്റെ ഔട്ട്കംസ് ആയിരിക്കും. So in tossing 3 coins, the random variable x take values 0, 1, 2, 3. Similarly, on tossing a die, the random variable x takes values 1, 2, 3, 4, 5, 6 as the outcomes on tossing a die. Other phases 1, 2, 3, 4, 5, 6. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ഒരു ടോസിങ് എ കോയിനാണ് നമ്മളിപ്പം ഒരു റാൻഡം വേരിയബിളായിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ വേണമെങ്കിൽ ഡൈയുടെ എക്സാമ്പിൾ നോക്കാം. അപ്പം ഈ ഒരു ഡൈ എടുക്കുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെ വരും? എക്സ് 1, 2, 3, 4, 5, 6 വരെ വരും. ഇവിടെ ഓരോന്നും കറസ്പോണ്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഫേസ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 1, കിട്ടുന്ന ഫേസ് 2 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 2, അങ്ങനെ പറഞ്ഞായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് നോക്കാം. A random variable may be discrete or continuous. A random variable is said to be discrete if it assumes only specified values in an interval. When x takes values 1, 2, 3, 4, 5, 6, it is a discrete variable. അപ്പോൾ നമുക്ക് ഈ ഒരു റാൻഡം വേരിയബിൾ ഒന്നെങ്കിൽ ഡിസ്ക്രീറ്റ് ആകും, ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള വാല്യൂസ് ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലുള്ളതായിരിക്കും. അതായത് നമുക്ക് കൗണ്ടബിൾ നമ്പർ ഓഫ് വാല്യൂസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഡൈയുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, എക്സ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6, അതൊരു ഡിസ്ക്രീറ്റ് കേസിന് എക്സാമ്പിളാണ്. A random variable is said to be continuous if it can assume any value in a given interval. When x takes any value in a given interval, ordered pair a b, it is a continuous variable in that interval. അപ്പോൾ നമുക്ക് കൗണ്ടബിൾ അല്ലാത്ത കേസാണെന്ന് വെച്ചോ, അതായത് നമുക്ക് 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള വാല്യൂസ് ആണ് നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് എടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മൾ ഇൻ്റർവൽ റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. For example, if x stands for age of a person of age group 20 to 30, then x can be any value between 20 and 30. അപ്പോൾ നമ്മളൊരു ഒരു പേഴ്സൻ്റെ ഏജ് ആണ് നോക്കുന്നതെന്ന് വെച്ചോ, 20-നും 30-നും ഇടയ്ക്കുള്ള ആൾക്കാരുടെ ഏജാണ് നോക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് കറക്റ്റ് 20 വയസ്സ് ആയി കാണും, ചിലർക്ക് 20-നും 21-നും ഇടയ്ക്കുള്ള വയസ്സായിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു മാസത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് അവിടെ ഏജിൽ ഡിഫറൻസ് വരും. സോ കൗണ്ടബിൾ നമ്പർ ഓഫ് വാല്യൂസ് അല്ല നമുക്ക് അങ്ങനെ ആ സമയത്ത് കിട്ടുന്നത്. സോ അതൊരു ഇൻ്റർവൽ റാൻഡം വേരിയബിളിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ നോക്കാം. ഇതിനെ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഒക്കെയാണ് പറയുന്നത്. ലെറ്റ് ക്യാപിറ്റൽ എക്സ് ബി എ റാൻഡം വേരിയബിൾ അസ്യൂമിങ് വാല്യൂസ് x1, x2, etc., x3. Let x stand for any one of x1, x2, x3. Then the probability of the random variable x takes a value x is defined as the probability function of x and is denoted by f of x or capital P of x.
Therefore, P of x equal to probability of x equal to x, where x is a random variable and x stands for the values of x is the probability function of x. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എക്സിനെ നമ്മുടെ റാൻഡം വേരിയബിളായിട്ട് നമ്മൾ എടുക്കുകയാണ്. ആ റാൻഡം വേരിയബിളിൽ വരുന്ന ഓരോ വാല്യൂസിനും നമ്മൾ സ്മോൾ ലെറ്റർ x1 x2 x3 എന്ന് പറഞ്ഞെടുത്തു. അപ്പം ഈ ഒരു x1 x2 x3 എക്സെട്ര ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റാൻഡം വേരിയബിളായ ക്യാപിറ്റൽ എക്സ് എപ്പോഴാണോ ഈ ഒരു സ്മോൾ ലെറ്റർ എക്സിൻ്റെ വാല്യൂ എടുക്കുന്നത്, ആ ഒരു പ്രോബബിലിറ്റിനെയാണ് നമ്മൾ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ സിമ്പിളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പി ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ പി ഓഫ് എക്സിന് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എ സ്മോൾ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞെടുക്കാം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ റാൻഡം വേരിയബിളാണ്. അത് മാത്രമല്ല സ്മോൾ ലെറ്റർ എക്സ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് എക്സിൻ്റെ ക്യാപിറ്റൽ എക്സിൻ്റെ ഏതെങ്കിലും ഒരു വാല്യൂവിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. When capital X takes values x1, x2, etc., we have the corresponding probabilities p of x1, p of x2, etc., such that p of x1 plus p of x2 plus etc. equal to 1 and all p of x greater than or equal to 0. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ എക്സ് എടുക്കുന്ന വാല്യൂവിനെ നമ്മൾ x1, x2, etc. എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസിനെ നമ്മൾ p of x1, p of x2, etc. എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോട്ടൽ പ്രോബബിലിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ പി ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതുതന്നെയല്ല ഓരോ പ്രോബബിലിറ്റിയുടെയും സിംഗിൾ വാല്യൂസ് 0-നെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. The theoretical distribution are probability distributions obtained for random variables on the basis of mathematical model. Binomial distribution, Poisson distribution, normal distribution, etc. are examples of theoretical distribution. അപ്പോൾ നമ്മൾ ഈ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു റാൻഡം വേരിയബിൾസിന് കിട്ടുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ്. അപ്പോൾ നമ്മളൊരു മാത്തമാറ്റിക്കൽ മോഡൽ അസ്യൂം ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. Suppose a random variable assumes different values, and for each such value we can find the respective probability on the basis of a mathematical model. അപ്പോൾ നമുക്കൊരു റാൻഡം വേരിയബിൾ പല വാല്യൂസ് അസ്യൂം ചെയ്യുന്നുണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ വാല്യൂസിനും നമുക്ക് ഒരു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി മാത്തമാറ്റിക്കൽ മോഡലിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ വി ക്യാൻ ഫോം എ ടേബിൾ ഷോയിങ് ദ വേരിയസ് വാല്യൂസ് ഓഫ് ദ റാൻഡം വേരിയബിൾ ആൻഡ് ദ കറസ്പോണ്ടിങ് probabilities. This is a probability distribution or theoretical distribution. അപ്പോൾ നമുക്ക് ഈ ഒരു കറസ്പോണ്ടിങ് വാല്യൂസും റാൻഡം വേരിയബിളിൻ്റെ വാല്യൂയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസിനെ നമുക്കൊരു ടേബിൾ രൂപത്തിൽ കാണിക്കാം. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് പറയുന്നത്. Suppose capital X is a random variable and assumes values x1, x2, etc. xn with the corresponding probabilities p1, p2, etc. pn. Then the probability distribution is നമ്മളൊരു കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ആയിട്ട് നമ്മൾ x1, x2, etc. xn എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസിന് നമ്മൾ p1, p2, etc. pn എന്ന് പറഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ടേബിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. The probability distribution has the following properties. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഓരോ പ്രോബബിലിറ്റിയും 0-നെക്കാളും ഗ്രേറ്റർ ആയിരിക്കും. പിന്നെ ടോട്ടൽ പ്രോബബിലിറ്റിയുടെ വാല്യൂ 1 ആയിരിക്കും. അതാണ് ഈ സമ്മേഷൻ ക്യാപിറ്റൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എവറി വാല്യൂ ഓഫ് പി ഓഫ് എക്സ് ഈസ് നോൺ നെഗറ്റീവ് ആൻഡ് സം ഓഫ് ഓൾ ദ വാല്യൂസ് ഓഫ് ദ പി ഓഫ് എക്സ് ടുഗെദർ ഈസ് 1. അപ്പം ഇത്രയാണ് റാൻഡം വേരിയബിൾസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ റാൻഡം വേരിയബിൾസ്, അതായത് ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് പഠിക്കുന്നത്. Success and failure. Consider an event associated to the random experiment. When the random experiment is repeated a number of times, the event may or may not occur in each of these experiments. The occurrence of the event may be named as success and the non-occurrence a failure. Therefore, random experiment has only two possible outcomes, success and failure. അപ്പോൾ നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഇവൻറ്റ് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റാൻഡം വേരിയബിളിനെ റാൻഡം എക്സ്പെരിമെൻറ്റിനെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ഇവൻറ്റ് ഒന്നെങ്കിൽ ഒക്കർ ചെയ്യാം അല്ലെങ്കിൽ ഒക്കർ ചെയ്യാതിരിക്കാം. അങ്ങനെ ഒക്കർ ചെയ്യുന്നതിനെ നമ്മൾ സക്സസ് എന്നും ഒക്കർ ചെയ്യാത്തതിനെ നമ്മൾ ഫെയിലിയർ എന്നും പറഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് പോസിബിലിറ്റീസേ ഉള്ളൂ. ഒന്നെങ്കിൽ ആ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യും, സക്സസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ആ ഇവൻറ്റ് ഒക്കർ ചെയ്യത്തില്ല, സക്സസ് മാറി ഫെയിലിയർ ആയിരിക്കും വരുന്നത്.
നമ്മൾ അതിനൊരു എക്സാമ്പിൾ കാണുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇൻ ടോസിങ് എ കോയിൻ ദർ ആർ 2 events, ഹെഡ് ആൻഡ് ടെയിൽ. വൺ ഓഫ് ദം ഈസ് എ സക്സസ് ആൻഡ് അനദർ ഈസ് എ ഫെയിലിയർ. അപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2 ഇവൻറ്റ്സ് അല്ലേ ഉള്ളൂ അവിടെ. ഒന്നെങ്കിൽ ഹെഡ് ആവാം അല്ലെങ്കിൽ ടെയിൽ ആവാം. നമ്മളിപ്പം ഏതെങ്കിലും ഒന്നിനെ നമ്മൾ സക്സസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതർ വൺ എന്തായിരിക്കും? ഫെയിലിയർ ആയിരിക്കും. In throwing a die, we can say getting a 6 and not getting a 6 are the 2 events. One is success and other is a failure. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഡൈ ത്രോ ചെയ്യുന്ന എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മളൊരു സക്സസ് ആയിട്ട് എടുക്കുന്നത്, നമുക്ക് ഡൈ ത്രോ ചെയ്യുമ്പോൾ 6 വീഴുക എന്നുള്ളതിനെ നമ്മൾ സക്സസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 6 വീഴാത്ത കേസ് എല്ലാം എന്തായിരിക്കും? ഫെയിലിയർ ആയിരിക്കും. ഇനി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. Binomial distribution can be defined as follows. A random variable x is said to follow binomial distribution with the parameters n and p if its probability function is f of x equal to ncx p of x q raised to n minus x, where x equal to 0, 1, 2, 3, etc. n, and p lies between 0 and 1 and q plus p is equal to 1. അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു റാൻഡം വേരിയബിളാണ്. നമ്മൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്ന പോലെ ഒരു റാൻഡം വേരിയബിളാണ്. ആ ഒരു റാൻഡം വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണമെങ്കിൽ അതിന് 2 പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കണം. ഒന്ന് സ്മോൾ ലെറ്റർ എന്നും അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ പിയും. അതുമാത്രമല്ല അതിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്നതായിരിക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. എൻ സി എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റേ കോമ്പിനേഷൻ്റെ സി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3, എക്സെട്ര എൻ ആയിരിക്കും. ഇവിടെ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. അതുമാത്രമല്ല ക്യൂവും പിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുകയും ചെയ്യണം. ദ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ് സ്റ്റാൻഡ്സ് ഫോർ ദ നമ്പർ ഓഫ് സക്സസസ്, പി റെപ്രസെൻറ്റ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ ആൻഡ് ക്യൂ ഈസ് ഇക്വൽ ടു 1 മൈനസ് പി. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡിസ്ക്രീറ്റ്. അപ്പോൾ നമ്മൾ പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്സസ് വീഴാനുള്ള പ്രോബബിലിറ്റിനെ നമ്മൾ പി എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഫെയിലിയർ വീഴാനുള്ള പ്രോബബിലിറ്റിനെ നമ്മൾ ക്യൂ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്യൂ പ്ലസ് പി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം എന്ന് പറയുന്നത്. ഇതൊരു പ്രോബബിലിറ്റി ആയതുകൊണ്ടാണ് പിയുടെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്ക് കിടക്കണം എന്നും പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യൂ പ്ലസ് പി 1 എന്ന് പറഞ്ഞാൽ അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂവിനെ എങ്ങനെ എഴുതാം? 1 മൈനസ് പി ആയിട്ട് എഴുതാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡിസ്ക്രീറ്റ് ആണ്, അതായത് കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആയിരിക്കും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ വരുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ തന്നെ വായിച്ച് നോക്കാം. ഇനി നമുക്ക് സിറ്റുവേഷൻസ് വേർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അപ്ലൈഡ് നോക്കാം. Binomial distribution can be applied when the random experiment has 2 outcomes which can be called success and failure. അപ്പം നമ്മുടെ റാൻഡം എക്സ്പെരിമെൻറ്റിന് 2 ഔട്ട്കംസ് ആണ് ഉള്ളതെങ്കിൽ, അതായത് നമ്മൾ സക്സസ് ആൻഡ് ഫെയിലിയർ എന്ന് പറഞ്ഞ 2 ഔട്ട്കംസ് മാത്രമേ ഉള്ളെങ്കിലാണ് നമ്മൾ മെയിനായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. Probability for success in a single trial remains constant from trial to trial of the experiment. സിംഗിൾ ട്രയലിലുള്ള പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യും. ഇനി നമ്മൾ എക്സ്പെരിമെൻറ്റ് ഇസ് റിപ്പീറ്റഡ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ്, ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യുന്നത് എക്സ്പെരിമെൻറ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ്, അതായത് ഒരു ഒത്തിരി നീണ്ടുപോകാത്ത ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസിൽ റിപ്പീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ട്രയൽസ് എന്ന് പറയുന്നതും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഒരു ട്രയൽ മറ്റൊരു ട്രയലിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കേസസിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ആദ്യമേ തന്നെ കണ്ടതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ദ ഷേപ്പ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ചസ് ആസ് പി ചേഞ്ചസ് ഫോർ എ ഗിവൺ എൻ. അപ്പോൾ ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഷേപ്പ് അല്ലാതെ അതിൻ്റെ പാരാമീറ്ററിൻ്റെ ലൊക്കേഷൻ എന്നൊക്കെ പറയുന്നത് പി എന്ന് പറയുന്ന സക്സസിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് 1 or more 2 മോഡൽ വാല്യൂസ്. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ മീൻ മീഡിയൻ മോഡൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ 1 അല്ലെങ്കിൽ 2 മോഡൽ വാല്യൂസ് കാണും. മോഡൽ വാല്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മോഡാണ്. അപ്പോൾ 1 or 2 മോഡൽ വാല്യൂസ് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. മീൻ ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻക്രീസസ് as n increases with p remaining constant. അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എപ്പോഴാണ് കൂടുന്നതെന്ന് വെച്ചാൽ പി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് എൻ ഇൻക്രീസ് ചെയ്യുവാണെങ്കിലും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ഇൻക്രീസ് ചെയ്യും. ഇഫ് എൻ ഈസ് ലാർജ് ആൻഡ് ഇഫ് നൈദർ പി നോർ ക്യൂ ഈസ് too close to 0, binomial distribution may be approximated to normal distribution.
അപ്പോൾ നമുക്ക് നമ്മുടെ n എന്ന് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, എത്ര തവണ നമ്മൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ n ലാർജ് ആണെങ്കിലും ക്യൂഒ പിഒ സീറോയിലേക്ക് കൂടുതലും ആവുന്നില്ലാത്ത കേസിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് വേണമെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കും. Binomial distribution has mean is equal to np and standard deviation is equal to root of npq. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് np ആണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് npq ആണ്. If two independent random variables follow binomial distribution, their sum also follows in binomial distribution. അതായത് രണ്ട് റാൻഡം വേരിയബിൾ x1ഉം x2 എന്ന് പറയുന്ന രണ്ട് റാൻഡം വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുവാണെങ്കിൽ x1 + x2 എന്ന് പറയുന്ന ആ ഒരു ഒരുമിച്ചുള്ള റാൻഡം വേരിയബിളും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഫോളോ ചെയ്യും. ഇനി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാം. Let P be the probability for success in a single trial of the experiment and Q be the probability of its failure. P remains constant from trial to trial. അപ്പോൾ നമുക്ക് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സക്സസിൻ്റെ പ്രോബബിലിറ്റിനെ നമ്മൾ P ആയിട്ടും ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റിനെ നമ്മൾ Q ആയിട്ടും എടുത്തു. ഇവിടെ P എന്ന് പറയുന്നത് ഓരോ ട്രയലിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് എക്സ്പെരിമെൻറ്റ് വി റിപ്പീറ്റഡ് n times, all such repetition being independent of one another. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് n times റിപ്പീറ്റ് ചെയ്യുവാണ്. ഓരോ തവണയും റിപ്പീറ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. The experiments may be conducted under same conditions. Let there be the success x times out of these n trials and failures remaining n minus x times. അപ്പോൾ നമ്മൾ ഈ ഒരു n ടൈംസ് നമ്മൾ ഈ ഒരു ട്രയൽ കണ്ടക്ട് ചെയ്യുമ്പം നമ്മൾ സക്സസ് എക്സ് ടൈംസ് വന്നു എന്ന് ഓർക്കുക. അപ്പോൾ സക്സസ് എക്സ് ടൈംസ് ആണ് വന്നതെങ്കിൽ ഫെയിലിയർ എത്ര തവണയായിരിക്കും വന്നേ? ടോട്ടൽ നമുക്ക് n ആണുള്ളത്. സോ n minus x ടൈംസ് ആയിരിക്കും ഫെയിലിയർ ഉണ്ടായിരിക്കുന്നത്. Then the probability for x success out of n trials is given by ncx p raised to x q raised to n minus x. This law is called binomial probability law. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ് സക്സസ് നമുക്കുണ്ടായിട്ടുണ്ട്. ടോട്ടൽ n ട്രയൽസ് ആണ്, അതിനകത്ത് ഔട്ട് ഓഫ് n ട്രയൽസ് എക്സ് സക്സസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ncx p raised to x q raised to n minus x എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് കിട്ടുന്നത്. ഇതിനെയാണ് നമ്മൾ ബൈനോമിയൽ പ്രോബബിലിറ്റി ലോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഫോർ ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ദ പാരാമീറ്റേഴ്സ് ആർ n and p. That is, if n and p are known, then all the terms of the binomial distribution can be obtained from ncx p raised to x q raised to n minus x by putting x equal to 0, 1, 2, 3 etc. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്നും പി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം എന്നും പി എന്നുള്ള ആ രണ്ട് വാല്യൂസ് നമുക്ക് അറിയാമെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു എൻ സി എക്സ് പി റേസ് എക്സ് ക്യൂ റേസ് എൻ മൈനസ് എക്സ് എന്നുള്ള നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് എന്നും പിയും അറിയാമെങ്കിൽ പി അറിയാമെങ്കിൽ ക്യൂ അറിയാമായിരിക്കുമല്ലോ. 1 മൈനസ് പി ആണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പം എന്നും പിയും നമുക്കറിയാമെങ്കിൽ എക്സിന് 0, 1, 2, 3 എക്സെട്ര ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ വാല്യൂസും തന്നെ കിട്ടും. നമുക്കൊരു പ്രോബ്ലംസ് നോക്കാം. 4 coins are tossed simultaneously. What is the probability of getting 2 heads? അപ്പോൾ നമ്മൾ 4 കോയിൻ അറ്റ് എ ടൈം നമ്മൾ ടോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ദ ഡിസ്ട്രിബ്യൂഷൻ follows the probability law ncx p raised to x q raised to n minus x. Here n is equal to number of coins tossed, that is equal to 4. P is equal to probability of getting head in a single trial, that is equal to 1/2. Q is equal to 1 minus P, that is equal to 1/2. X equal to number of heads to be obtained equal to 2. So put x equal to 2 in the probability law. നമുക്കറിയാം ഈ ഒരു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചത് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. ഇവിടെ എൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എത്ര തവണ കോയിൻ ടോസ് ചെയ്തു എന്നുള്ളത്. എത്ര തവണ ടോസ് ചെയ്തേ? 4 കോയിൻസ് എന്ന് പറഞ്ഞിട്ട് 4 കോയിൻസ് ആർ ടോസ്ഡ് സൈമിൾട്ടേനിയസ്ലി എന്നാണ് പറഞ്ഞത്. സോ എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് കോയിൻസ് ടോസ്ഡ് ആണ്, അതെന്ന് പറയുന്നത് 4 ആണ്. പി എന്ന് പറയുന്നത് നമ്മുടെ സക്സസിൻ്റെ പ്രോബബിലിറ്റിയാണ്. ഇവിടെ നമ്മൾ സക്സസ് ആയിട്ട് എടുക്കുന്നത് ഹെഡ് കിട്ടുക എന്നുള്ളതാണ്. അപ്പം പി എന്ന് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഇൻ എ സിംഗിൾ ട്രയലാണ്. അപ്പം ഒരു സിംഗിൾ ട്രയലിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, ഇതിലാണെങ്കിൽ ഏതെങ്കിലും ഒന്നല്ലേ വീഴത്തുള്ളൂ. സോ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ക്യൂ എത്രയാണ് അപ്പോൾ കിട്ടുന്നത്? പി 1/2 ആണെങ്കിൽ ക്യൂ എത്രയായിരിക്കും? 1 മൈനസ് പി ആണ്. സോ ക്യൂ എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഇനി നമുക്ക് എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്
2 ആയിട്ട് എടുക്കണം. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ എക്സ് എന്ന് പറയുന്നത് 2 ഹെഡ് കിട്ടുക എന്നുള്ള രീതിയിലെടുത്തു. സോ എക്സ് ഈക്വൽ ടു 2 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബബിലിറ്റി ലോയിൽ, അതായത് ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷനായ NCX P⁻X Q⁻n−x ഈ ഒരു എക്സിൻ്റെ വാല്യൂവിന് 2 ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും, NCXന് പകരം എത്രയാണ്, N എത്രയാണ് 4. സോ 4C2. P എത്രയാണ്, P⁻x എന്നാണ് വരേണ്ടത്. പിക്ക് പകരം നമ്മൾ 1/2 എടുത്തു കൊടുത്തു. 1/2 റേസ് ടു എക്സിൻ്റെ സ്ഥാനത്ത് എത്രയാണ് 2 ഇട്ട് കൊടുക്കുക. സോ 1/2 റേസ് ടു 2. പിന്നെ Q എത്രയാണ്, Q എന്ന് പറയുന്നത് 1/2 ആണ്. Q⁻n−x. n-x എത്രയാണ് 4 - 2. സോ നമുക്കിതെങ്ങനെ കിട്ടിയ 4C2 1/2 റേസ് ടു 2 ഇൻറ്റു 1/2 റേസ് ടു 4 - 2 എന്ന് പറഞ്ഞ് കിട്ടി. സോ 6 × 1/4 × 1/4 എന്ന് പറഞ്ഞ് നമുക്ക് 3/8 കിട്ടി. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. Probability that a batsman scores a century in a cricket match is 1/3. Find the probability that out of 5 matches he may score century in exactly 2 matches and no match. അപ്പോൾ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എക്സാമ്പിളാണ്. അതെങ്ങനെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലാവുന്നത്, ഒരു സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ സെഞ്ചുറി അടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സക്സസ്. സോ സെഞ്ചുറി അടിക്കുകയോ അടിക്കാതിരിക്കുകയോ ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ സക്സസ് ഫെയിലിയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ കണ്ടുപിടിക്കേണ്ടത് ആ ഒരു ഇക്വേഷൻ അല്ലേ, NCX P⁻X Q⁻n−x. ആ ഒരു ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് N കണ്ടുപിടിക്കാം. N ഇവിടെ എത്രയാണ്, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ എത്ര മാച്ച് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്, 5 മാച്ചസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ N എത്രയായിരിക്കും, N = 5 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ സ്കോറിങ് സെഞ്ചുറിയാണ് നമ്മൾ സക്സസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ സെഞ്ചുറി അടിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, 1/3 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ P = 1/3 ആയിരിക്കും. P 1/3 ആണെങ്കിൽ Q എന്താ, അതായത് സക്സസ് 1/3 ആണ്. സോ ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്, 1 - 1/3, അതായത് 2/3 ആയിരിക്കും. നമ്മളോട് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് സ്കോറിങ് എക്സാക്ട്ലി സെഞ്ചുറി ഇൻ എക്സാക്ട്ലി 2 മാച്ചസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എക്സാക്ട്ലി 2 മാച്ചസിൽ സെഞ്ചുറി അടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എക്സിന് പകരം 2 എന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഇക്വേഷൻ NCX P⁻X Q⁻n−x ആണ്. സോ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 5 ഇട്ട് കൊടുത്തു, എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 ഇട്ട് കൊടുത്തു, പിയുടെ സ്ഥാനത്ത് 1/3, Qയുടെ സ്ഥാനത്ത് 2/3 ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം അത് 80/240 എന്ന് പറഞ്ഞ് 243 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് സ്കോറിങ് സെഞ്ചുറി ഇൻ നോ മാച്ച്. ഒരു മാച്ചിൽ പോലും സെഞ്ചുറി അടിച്ചില്ല. എക്സ് എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ സെഞ്ചുറി അടിക്കുന്ന നമ്പർ നമ്മൾ കൊടുക്കുന്നത്. ഒരു മാച്ചിൽ സെഞ്ചുറി അടിക്കുകയാണെങ്കിൽ, ഒരു മാച്ചിൽ അടിച്ചില്ലെങ്കിൽ നമ്മൾ X = 0 കൊടുക്കും. ഒരു മാച്ചിൽ അടിക്കുകയാണെങ്കിൽ നമ്മൾ X = 1 കൊടുക്കും. 2 മാച്ചിൽ അടിക്കുകയാണെങ്കിൽ X = 2 കൊടുക്കും. 3 മാച്ചിലാണ് X = 3. അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം സ്കോറിങ് സെഞ്ചുറി ഇൻ നോ മാച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു മാച്ചിൽ പോലും സെഞ്ചുറി അടിച്ചില്ല. സോ X = എത്രയായിരിക്കും, 0 ആയിരിക്കും. സോ നമ്മൾ ആ ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, പ്രോബബിലിറ്റി ഓഫ് സ്കോറിങ് സെഞ്ചുറി ഇൻ നോ മാച്ച് എന്നുള്ള രീതിയിലുള്ള ഉത്തരം നമുക്ക് കിട്ടും. 5C0യുടെ വാല്യൂ എന്താ, 5C0 എത്രയായിരിക്കും, 1 ആയിരിക്കും. അപ്പം എപ്പോഴും ഓർക്കുക, ഏതൊരു നമ്പർ 0 എന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ 1 ആയിരിക്കും. സോ 1 × 1/3 റേസ് ടു 0 എത്രയാണ്, ഏതൊരു നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ 1 × 1 × 2/3 റേസ് ടു 5 എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. 2/3 റേസ് ടു 5 32/243 ആണ്. സോ നമുക്ക് കിട്ടുന്ന ഉത്തരം 32/243 ആയിരിക്കും. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 8 unbiased coins were tossed simultaneously. Find the probability of getting exactly 4 heads, no head at all, 6 or more heads, at most 2 heads, number of heads ranging from 3 to 5. അപ്പോൾ നമുക്ക് ഒരുപാട് നമ്പേഴ്സ് ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ആക്ച്വലി റാൻഡം വേരിയബിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരുപാട് നേരം നമ്മളിങ്ങനെ നേരത്തെ നമ്മൾ പ്രോബബിലിറ്റിയുടെ കേസിൽ കണ്ടുപിടിച്ച പോലെയാണെങ്കിൽ ഒരുപാട് കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെ നമ്മൾ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ നമ്മൾ X = 1 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കാൽക്കുലേഷൻ നമുക്ക് സിമ്പിളായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതും ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എക്സാമ്പിളാണ്. ഇവിടെ നമുക്ക് കോയിൻ ടോസ് ചെയ്യുന്നതാണ് തന്നിരിക്കുന്നത്. 8 കോയിൻ നമ്മൾ ടോസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നതായിരിക്കും
നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹെഡ് കിട്ടുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ സക്സസ് എന്ന് പറയുന്നത് കോയിനിൽ ഹെഡ് വിടുക എന്നുള്ളതായിരിക്കും നമ്മുടെ സക്സസ്. ഇവിടെ നമുക്ക് n എത്രയായിട്ട് കിട്ടുന്നത്? 8 അൺബൈസ്ഡ് കോയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ n = 8 ആയിരിക്കും. പി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഹെഡ് കിട്ടുന്നതാണ്. സോ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 1/2 ആയിരിക്കും. കാരണം ഹെഡ് അല്ലെങ്കിൽ ടെയിൽ മാത്രമേ വരത്തുള്ളൂ. സോ 1/2 ആയിരിക്കും പ്രോബിലിറ്റി. ക്യൂ എത്രയായിരിക്കും? 1/2 ആയിരിക്കും. 1 - b ചെയ്യുമ്പോഴത്തേക്കും 1/2 ആണ് കിട്ടുന്നത്. നമ്മുടെ p(x) എന്ന് പറയുന്നത് NCx p(x) q(n-x) ആണ്. നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് എക്സാക്ട്ലി 4 ഹെഡ്. എക്സാക്ട്ലി 4 ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? എക്സിൻ്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുക്കുക. സോ NCx എന്ന് പറയുന്നതിന് പകരം എന്നിൻ്റെ സ്ഥാനത്ത് 8ഉം എക്സിൻ്റെ സ്ഥാനത്ത് 4ഉം പിയുടെ സ്ഥാനത്ത് 1/2ഉം ക്യൂയുടെ സ്ഥാനത്ത് 1/2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്ര കിട്ടുന്നത്? 70/256 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഹെഡ് അറ്റ് ഓൾ. നോ ഹെഡ് അറ്റ് ഓൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞേ? നോ ഹെഡ് എക്സിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നതാണ് ഹെഡ്. അതായത് x = 0 ആണെങ്കിൽ നോ ഹെഡ്, x = 1 ആണെങ്കിൽ 1 ഹെഡ്, x = 2 ആണെങ്കിൽ 2 ഹെഡ്, അങ്ങനെ x = 8 വരെ പോകും. കാരണം നമുക്ക് 8 കോയിനാണ് നമ്മൾ ടോസ് ചെയ്തേക്കുന്നത്. സോ നോ ഹെഡ് അറ്റ് ഓൾ എന്ന് പറയുമ്പോൾ നമ്മൾ x = 0 എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സിൻ്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുത്തിട്ട് ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1/256 എന്ന് പറഞ്ഞ് കിട്ടും. മൂന്നാമത് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് 6 അല്ലെങ്കിൽ മോർ, 6 ഓർ മോർ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് എങ്ങനെ ചെയ്യാം? അതായത് എക്സിൻ്റെ വാല്യൂ 6ഓ അതിൽ കൂടുതലോ വരണം. പ്രോബിലിറ്റി ഓഫ് x > 6 ആണ്. അങ്ങനെ 3 ചാൻസ് അല്ലേ ഉള്ളൂ. ഒന്നെങ്കിൽ x = 6 ആവാം, അല്ലെങ്കിൽ 7 ആകാം, അല്ലെങ്കിൽ 8 ആകാം. സോ ഓരോ കേസും സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. x = 6 കണ്ടുപിടിക്കുക, x = 7 കണ്ടുപിടിക്കുക, x = 8ഉം കണ്ടുപിടിക്കുക. അപ്പോൾ 6 ഓർ മോർ വരുമ്പോഴത്തേക്ക് ഈ ഒരു 3 പ്രോബിലിറ്റി നമ്മൾ ആഡ് ചെയ്താൽ മാത്രം മതി. സോ 28/256 + 8/256 + 1/256 ചെയ്യുമ്പോൾ നമുക്ക് 37/256 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അടുത്തത് ചോദിച്ചത് അറ്റ്മോസ്റ്റ് 2 ഹെഡ്. അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് വെച്ചാൽ എന്താ? 2ഓ അതിൽ താഴെയോ എന്നാണ് അർത്ഥം. അപ്പം 2 ഹെഡോ അതിൽ താഴെയോ ഉള്ള ഹെഡ്. അപ്പോൾ എത്ര എണ്ണം കിട്ടും? ഒന്നെങ്കിൽ x = 0 ആകാം, അല്ലെങ്കിൽ 1 ആകാം, അല്ലെങ്കിൽ 2 ആകാം. അങ്ങനെ 3 കേസല്ലേ ഉള്ളൂ 2ൽ താഴെയുള്ളത്. സോ നമ്മൾ പ്രോബിലിറ്റി ഓഫ് x = 0 + x = 1 + x = 2 ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഓരോ കേസിലും ഓരോന്ന് കണ്ടുപിടിക്കുക. x = 0 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ് 1/256 ആണെന്ന് നമുക്കറിയാം. x = 1 ചെയ്യുമ്പോൾ നമുക്ക് 8/256 കിട്ടും. x = 2 ചെയ്യുമ്പം 28/256 കിട്ടും. സോ ആ 3 എണ്ണം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 37/256 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അടുത്ത് നമ്മളോട് ചോദിച്ചിരുന്നത് 5th ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഹെഡ്സ് റേഞ്ചിങ് ഫ്രം 3 to 5. നമ്പർ ഓഫ് ഹെഡ്സ് റേഞ്ചിങ് ഫ്രം 3 to 5 എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സിന് നമ്മൾ 3, 5, 4, 5 എന്നുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കുക. നമ്മൾ പ്രോബിലിറ്റി ഓഫ് x = 3 + x = 4 + x = 5 ചെയ്യും. x = 3 ചെയ്യുമ്പോൾ നമുക്ക് 56/256 കിട്ടും. x = 4 ചെയ്യുമ്പോൾ 70/256, x = 5 ചെയ്യുമ്പോൾ 56/256 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളത് മൊത്തം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 182/256 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി കുറച്ച് നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ നമ്പർ റേസ് ടു 0 ഈസ് 1. ഞാൻ നേരത്തെ പറഞ്ഞാണ്, നമ്മൾ ഏതൊരു നമ്പറിനെയും റേസ് ടു 0 എന്ന് പറഞ്ഞ് എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? 1 എന്ന് പറഞ്ഞ് തന്നെ കിട്ടുന്നത്. അതായത് 2 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 5 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1/3 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1/2 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഏതൊരു നമ്പറിനെയും നമ്മൾ റേസ് ടു 0 എഴുതുമ്പം അവിടെ നമുക്ക് കിട്ടുന്നത് 1 ആണ്. ഇനി NC 0 എന്ന് പറയുന്നത് 1 ആണ്. ഏതൊരു നമ്പറിനെയും C 0 എന്ന് പറഞ്ഞ് നമ്മൾക്ക് എഴുതുമ്പോഴത്തേക്ക് 1 ആയിട്ടാണ് കിട്ടുന്നത്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8C 0 = 1. ഇനി NC n എന്ന് പറയുന്നത് 1 ആണ്. ഏതൊരു നമ്പർ C ആ ഒരു നമ്പർ തന്നെ അതും 1 ആണ്. സോ 8C 8 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി NC 6 എന്ന് പറയുന്നത് തന്നെയാണ് NC n-6 എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 8C6 എന്ന് പറയുമ്പം ഇവിടെ മേളിൽ 8ഉം താഴെ 6ഉമാണ്. സോ 8 - 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 2 ആണ് കിട്ടുന്നത്. സോ 8C6 എന്ന് പറയുന്നതായിരിക്കും 8C2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 8C7 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടുന്നത്? 8 - 7 ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നത്. സോ 8C1ഉം സെയിം തന്നെയായിരിക്കും വരുന്നത്.
അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷനിൽ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് നോട്ട്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് ചെയ്യുക. നിങ്ങൾക്ക് പെർമുട്ടേഷൻ കോമ്പിനേഷൻ പഠിച്ചപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും നമ്മൾ പഠിക്കുന്നുള്ളൂ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് വാല്യൂസ് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ആ ഒരു കോമ്പിനേഷനൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്നുകൂടി ഒന്ന് തറവാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഇന്ന് വരെയുള്ള നോട്ട്സ് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.